ഹായ്, ഈ പുതിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ആദ്യത്തെ ലൈൻ വായിക്കുക. ഐഡന്റിക്കൽ പെൻസ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെയുള്ള പെൻ ആർ ബോട്ട് അറ്റ് 10 for ₹80. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള പെണ്ണ് നമ്മൾ ഷോപ്പിൽ പോയാൽ പെണ്ണ് 10 രൂപയുടെ ഒരു പെണ്ണ് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് ₹80 ബോട്ട് അറ്റ് 10 numbers. ഇത് നമ്പേഴ്സ് ആണ്. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചാൽ ഐഡന്റിക്കൽ പെൻസ് ആർ ബോട്ട് അറ്റ് 10 for ₹80. 80 രൂപയ്ക്ക് 10 പെന്ന് വാങ്ങി. 10 രൂപയുടെ കാര്യമല്ല ചിന്തിക്കേണ്ടത്, 80 രൂപയ്ക്ക് 10 പെന്ന് വാങ്ങി. സോ ഒരു പെന്ന്, അപ്പൊ ഐഡന്റിക്കൽ 10 പെന്ന് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ 80 രൂപയ്ക്ക് 10 പെൻസ് എന്ന് പറഞ്ഞാല് ഒരു പെൻ എന്ന് പറഞ്ഞാല് ഒരു പെന്നിന് എത്ര രൂപ? 80/10. So 8 rupees. 8 rupees. അപ്പൊ ഈ 8 rupees കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് സെന്റൻസ് ഫ്രെയിം ചെയ്ത് വെക്കുന്നത്, അല്ലാതെ ഇവര് തന്നിട്ടൊന്നുമില്ല. ഇവര് പറഞ്ഞു 80 രൂപയ്ക്ക് 10 പെന്ന് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഒരു പെന്നിന്റെ കാര്യമൊക്കെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ആൻസർ കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും നമ്മൾ അവിടെ വെച്ചു. ഇനി ഈ ദീസ് പെൻസ് ആർ സോൾഡ് അറ്റ് 25% പ്രോഫിറ്റ്. അപ്പോൾ ഈ 80 രൂപേനെ വെച്ചിട്ടാണ് 25% പ്രോഫിറ്റ്, അല്ലാതെ ഒരു പെന്നിന്റെ കാര്യം എടുത്ത് അവിടെ നിൽക്കട്ടെ. ക്വസ്റ്റ്യൻ വെച്ചിട്ട് പോകുമ്പോൾ, അതായത് 80 രൂപയ്ക്ക് 10 പെന്ന് വാങ്ങി 80ന്റെ 25% പ്രോഫിറ്റിൽ വിറ്റു. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞത്? 80 രൂപയുടെ 25%. 25% എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100. ഇപ്പൊ ഇത് ചെയ്താൽ 4 times 25, 25 into 4, 100. ഇവിടെ 20 rupees എക്സ്ട്രാ, 20 rupees പ്രോഫിറ്റ് കിട്ടി. അതായത് ഇപ്പോൾ ടോട്ടൽ എത്രയായി? 80 plus 20. അപ്പൊ ടോട്ടൽ ഇപ്പോൾ 100 rupees ആയി. ഓക്കെ, ടോട്ടൽ 100 rupees. ഓക്കെ, അപ്പോൾ 10 പെന്നിന് 100 rupees. For 10 pens 100 rupees. 10 pens 100 rupees. So 1 pen 100/10. 10 rupees per pen. So what is the selling price? Selling price per pen, selling price is 10 rupees. അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉള്ളതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സാധാരണ ലഭിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 10 rupees per pen എടുത്താൽ ആൻസർ കറക്റ്റ് ആവില്ല. ഇതേപോലെ ചിന്തിച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ അങ്ങനെ സോൾവ് ചെയ്ത് തരാൻ ഉള്ളത് ആഗ്രഹമുണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ ആ പ്രോബ്ലം എടുത്തിട്ട് ചെയ്തു തരാം. താങ്ക് യു.